ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ ദിവസം ഒരു പാരന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ മോൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 3ാം ക്ലാസ് മുതൽ അവനും അവൻ്റെ ഒരു 3 ഫ്രണ്ട്സും കൂടെ ഒന്നിച്ചാണ് ഒരു ട്യൂഷൻ സെന്ററിൽ പോകുന്നത്. ഇത്രയും വർഷമായിട്ടും ആ ഒരു ട്യൂഷൻ സെന്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് അതൊരു സേഫായിട്ട് തോന്നി. കാരണം അവർ ഫാമിലിപരമായിട്ട് എല്ലാവരെയും അറിയാം. ട്യൂഷൻ ടീച്ചറെ അറിയാം, ഈ പോകുന്ന കുട്ടികളുടെ പാരൻറ്റിനെയും അറിയാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ കുട്ടി പറയുന്നത് അവിടെ ട്യൂഷന് പോകണ്ട, പുതിയൊരിടത്ത് എന്നെ വിട്ടാൽ മതി എന്നാണ്. റീസൺ ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവൻ നന്നായിട്ട് മാർക്ക് മേടിക്കുന്ന കുട്ടിയാണ്. കഴിഞ്ഞ എക്സാമിന് മാത്സിന് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി. അപ്പോൾ അത് അവന് അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതായത് മാർക്ക് കുറഞ്ഞല്ലോ, ഞാൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നല്ലോ എന്ന ഒരു ചിന്ത. അപ്പം പറയുന്നത് ട്യൂഷൻ എടുക്കുന്ന ടീച്ചർ ശരിക്കും പഠിപ്പിച്ച് തരുന്നില്ല, പറഞ്ഞു തരുന്നില്ല എന്നാണ് റീസൺ പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പാരൻസ് 2 പേരും കുട്ടിയുമായിട്ടിരുന്ന് സംസാരിക്കുക. ഇനി വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് കൂടി അറിയണമല്ലോ. അങ്ങനെ അവർ അന്നത്തെ ദിവസത്തേക്ക് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വേറെ പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല. ഇതിൽ വന്ന ഒരു മാനസിക വിഷമമാണ് അവൻ്റെ പ്രശ്നം. പക്ഷേ ഈ പാരന്റിന്റെ കൺസേൺസ് എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു പുതിയ സ്ഥലത്തേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി 10ാം ക്ലാസ്സിലേക്കാണ്, അത് അവൻ്റെ റിസൾട്ടിനെ ബാധിക്കും. രണ്ടാമത്തെ കാര്യം, കിട്ടുന്ന കൂട്ടുകെട്ടുകൾ ബന്ധങ്ങളൊക്കെ എങ്ങനെയാകും എന്നുള്ളതിൽ ഒരു ടെൻഷൻ. അവസാനം അവനോട് സംസാരിച്ച് കഴിഞ്ഞ് അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾക്ക് ആ ട്യൂഷൻ ടീച്ചറോട് പറയാം, അടുത്തത് ഇനി 10ാം ക്ലാസ്സിലോട്ട് ആയതുകൊണ്ട് തന്നെ 10th മാത്രം ട്യൂഷൻ എടുക്കുന്നിടത്തേക്ക് ഞങ്ങൾ മാറ്റുന്നു എന്ന് പറയാം. ഇല്ലെങ്കിൽ ട്യൂഷൻ മാത്സിന് മാത്രം ഒരു ടീച്ചറെ വെക്കുകയും ബാക്കി എല്ലാ സബ്ജക്റ്റിനും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ കുട്ടിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു, മാത്സിന് മാത്രം ഞാൻ വേറൊരിടത്ത് 10th മാത്സിന് മാത്രം എടുക്കുന്നിടത്ത് പോകാം, ബാക്കി എല്ലാ സബ്ജക്റ്റും ഇവിടെ പോകാം. അപ്പോൾ പാരൻറ്റും ഹാപ്പിയായി. കാരണം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും വർഷമായിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പോൾ അത് പോകുമോ എന്നുള്ളൊരു സംശയം, പിന്നെ ട്യൂഷൻ ടീച്ചറെ സങ്കടപ്പെടുത്തണമല്ലോ എന്നുള്ള സങ്കടം. അപ്പോൾ അവരും ഹാപ്പിയായി. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ അഡോളസെൻ്റ് ഏജിലേക്ക് എൻ്റർ ആകുന്ന കുട്ടികളിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരത് മാനേജ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു നിഷേധ സ്വഭാവം അവരിൽ കാണാം. പക്ഷെ ആസ് എ പാരൻറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എല്ലാ കാര്യത്തിനും അവരോട് നോ പറയാതെ അവരുമായിട്ട് ഇരുന്ന് സംസാരിക്കുക. ഈ പ്രായത്തിലുള്ള അവർക്ക് വേണ്ടത് അംഗീകാരം, അവരെയും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു എന്നുള്ള ചിന്ത, അതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് പാരൻസിൻ്റെ അടുത്താണ്. അപ്പോൾ പാരൻസ് ചെയ്യേണ്ടത്, നമ്മൾ അവരുടെ ഒപ്പം ഇരുന്ന് സംസാരിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്കും കൂടി യോജിച്ച ഒരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുക. സോ എടുക്കുന്ന തീരുമാനങ്ങളിൽ അവരെയും ഉൾപ്പെടുത്തുക. അതിൻ്റെ വരായികളൊക്കെ അവരുമായിട്ടും ഡിസ്കസ് ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നതെന്ന് ഓപ്പണായിട്ട് അവരോട് പറയാൻ നമ്മളും ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പാരൻറ്റുമായിട്ടുള്ള അവരുടെ റിലേഷൻ നന്നായിരിക്കുകയും വേറെ ആരുമായിട്ടും ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ മറ്റുള്ളവരെ ആശ്രയിക്കുകയോ അവർ ചെയ്യില്ല. അതുകൊണ്ട് എപ്പോഴും എസ്പെഷ്യലി അഡോളസെൻ്റ് ഏജിലുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ പാരൻറ്റ് ശ്രമിക്കുക. താങ്ക് യു.